പിന്നെ നിങ്ങൾ നാട്ടിലെവിടെ നിങ്ങളെ വീട്? നാട്ടിൽ മലപ്പുറം എന്താ നിങ്ങളെ പേരെന്താ? നിങ്ങൾ സൗദിയില് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നു? സൗദിയില് റിയാദ് സലഹ് അവിടെ മരുഭൂമിയില് മേലോടുന്ന് 200 കിലോമീറ്റർ ഉള്ളിക്കാണ്. ഒരു 3/4 മണിക്കൂറോളം വണ്ടി 60-70 സ്പീഡ് റണ്ണിങ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. നിങ്ങൾക്കിപ്പോ ശമ്പളം ഒന്നും തരില്ലേ? ഒന്നും തന്നിട്ടില്ല. ശമ്പളം ചോദിച്ചെന്താ പറയാ? കല്യാണം ഭക്ഷണം ഒന്നുമില്ല. ഭക്ഷണമില്ല. വർഷത്തിൽ കുറച്ച് മക്രോണിയാണ് സാധനമുണ്ട്, അത് കിട്ടൂല. അത് ഇങ്ങോട്ട് തിന്നാൻ കഴിയൂല. ആനക്കയം ടൗണിലെ വീട് എവിടെയാണ്? ഈരാമുടുക്കല്ലേ? അത് തിന്നാൻ കഴിയും. തിന്നാൻ വയറുവേദന. എത്ര കുട്ടികളാ? 3 കുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. എന്നിട്ട് നിങ്ങള് അബുദാബിന്ന് അല്ല സൗദിന്ന് ബദാസായിദ് നിങ്ങൾ ഒട്ടക റേസിങ്ങിന് വന്നാലേ അറബിന്റെ കൂടെ വന്ന്? ഒട്ടക റേസിന് വന്നാണ് ഞാൻ. ബദാസായിന്ന് ഇപ്പൊ നിങ്ങള് ബസ്സിന് വന്നിട്ട്? ബസ്സിന് കയറി. ബസ്സിന് കയറിയാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടെ വന്ന് ഇറങ്ങിയത് ഞാൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് നാട്ടിൽ പോകണ്ട? നാട്ടിൽ പോവാ. അറബിനോട് നിങ്ങള് നാട്ടിൽ പോകണമെന്ന് ചോദിച്ചപ്പോ അറബി എന്താ പറഞ്ഞു? അറബിയോട് ഞാൻ പറഞ്ഞു ഇത് പൈസ വേണമെന്നപ്പോ പൈസ തരുന്നില്ല. പെണ്ണുങ്ങൾ തീരെ സുഖമില്ല. പെണ്ണുങ്ങൾ സുഖമില്ലാത്ത ആളാണ്. വാൾവിന്റെ കംപ്ലൈന്റ് ആണ്. മരുന്ന് പൈസ പൈസ ഇല്ല. ഞാനിരുത്തോ പണിത്തോ പൈസ ഇല്ല. അങ്ങനെ ചെയ്ത അറിയാം. നാട്ടിൽ പോകണമെന്നാല് നാട്ടിൽ പോകാൻ പറ്റില്ല. പൈസ ചെലവാണ്. ഇപ്പോഴേ ഓരോ വിസ തട്ടിപ്പ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടു. പിന്നെ എന്തിനാണ് പറഞ്ഞ ഇസ്തറേണേ മജസിൽ കാവും ചാണ്ട് അവിടെ ക്ലീനിങ് കാര്യങ്ങളുള്ളൂ. ആരോ പണി എനിക്ക് വരില്ല എന്നോട് പറഞ്ഞാണ്. ആളെ എറണാകുളത്താണ്. അവനെ പരിചയപ്പെടുത്തിയത് എന്റെ ഒപ്പം പഠിച്ച ചെക്കനാണ് സാഫിയാർ. അറബിയുടെ കൂടെയാണ് നിങ്ങൾ ഒട്ടകത്തിന്റെ കൂടെ റേസിങ്ങിന് ബദാസായിദിൽ വന്നല്ലേ? അതെ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ സൗദിയിൽ നിന്ന് ശമ്പളം കിട്ടിയെന്നാ? ഇല്ലേ, അവിടുന്ന് കിട്ടിയില്ല. ഭക്ഷണം കഴിച്ചെന്ന് രാവിലെ കൊല്ലത്തോടാണെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ മലയാളം വർത്താനം ഫോൺ വിളിച്ച് തുള്ളി വെള്ളം വാങ്ങി തരുമോ വെച്ചാണ്. വെള്ളം അല്ലെങ്കിൽ ചായ വാങ്ങി തരാറുണ്ട്. അവിടെ ചായ വാങ്ങി തന്നു. വെള്ളം തന്നു. ബേജാറാവണ്ടൊന്നുമില്ല. അതിപ്പോ യു എ എന്ന് പറഞ്ഞാൽ നല്ലൊരു നാടാണ്. പക്ഷെ നിങ്ങള് വന്ന് പെട്ട സ്ഥലം അത്ര ശരിയല്ല. പിന്നെ നിങ്ങളോടിപ്പോ എംബസി പോകാനല്ലേ അവിടുന്ന് പറഞ്ഞ്? നിങ്ങൾക്കിപ്പോ നാട്ടിൽ പോകണം. അതാ നിങ്ങൾ ആവശ്യമില്ലല്ലോ. ബേജാറാവൊന്നും വേണ്ട. ബേജാറാവുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതൊക്കെ ഓരോ വിധി ആക്കെ എത്തിക്കോട്ടെ. നമ്മളിഞ്ഞി ഇവിടെ എത്തിയില്ല. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. ആനക്കകത്താണ് ഇവിടെ എത്തി കിട്ടിയില്ല. നിങ്ങള് ബേജാറാവണ്ട കേട്ടാ. പോവാനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ബേജാറാവണ്ട. നിങ്ങൾ എങ്ങനെ രാത്രി 12 മണിക്ക് അറബിടുന്ന് ചാടി? 12 കഴിഞ്ഞ 11 കഴിഞ്ഞ കിടക്കുമ്പോ കിടക്കാൻ റൂമൊന്നും ഇല്ല. മരുഭൂമിയിലെ കടന്നുറങ്ങേണ്ടത്. ഇപ്പൊ ഒരു 10 സാധനം വിരിച്ചാണ്ടായി കിടക്കാൻ അവിടെ പുതക്കാണ്. ഓല് ഉള്ളി ക്യാമ്പിന്റെ ഉള്ളിൽ ഞാൻ ഒന്നും കിടക്കില്ല. ഞാനും അർബാബും ഇന്നലെ ഞങ്ങൾക്ക് അവിടെ പോയ ഒരു പരിപാടി. അപ്പൊ ക്യാമ്പിൽ കുറെ സാധനങ്ങളാണ്. അപ്പൊ ഞാൻ പുറത്താ വിരിച്ച് കറിയുന്നു ഇന്നലെ. അപ്പൊ ഇറങ്ങി ഞാൻ അന്തരം ഇവിടേക്ക് പോയിനു. അന്തരം വന്നു. ഒന്നേക്കും ഞാൻ ഒരു മനസ്സിലില്ല. പണിക്കാരായി ഞാനുള്ളേ ഒട്ടത്തിന് നോക്കണം. ഒക്കെ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഓരോക്കെ റേസിന് ഒട്ടത്തിന് ഒന്ന് കണ്ടത്തെ കൊണ്ട് പോരും. മറ്റുള്ളത് കിടന്നാണ്ട് ഒച്ചപ്പാടുണ്ടാക്കുക. മാന്തി പൊളിച്ചാല് ഒന്നാ പോയി ചീത്ത ഒന്ന് ഞാൻ ഇരുന്നിട്ട് കൂടിയില്ല. ഞാൻ 4 ദിവസം കുളിച്ചിട്ട് 4 ദിവസം ഭക്ഷണം തന്നെ എന്താ പറയുക ഇപ്പൊ ബന്ധിച്ച് കിട്ടുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് അറബിയാളെ വീട്ടിൽ ബംഗാളികളുണ്ട്. റബ്ബക്കാര് ഓരോ കണ്ട് വർത്താനം പോലും പറഞ്ഞു ഭക്ഷണത്തെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങനെ കൊടുന്നേരാം. ആണ് ഒരു ചോറ് ഞാൻ കൊടുന്നതുകൊണ്ടാണ് അപ്പൊ ഇത്രയും നീച്ച് നടക്കേണ്ടത്. ഇവിടെ വയറുവേദന കാര്യം കുറവുള്ളു. ഇത് വയറൊക്കെ എരിഞ്ഞിട്ട് പിടിച്ചിട്ട് സാധനം തിന്നാൻ പിടിച്ചാ കുടിച്ചാൻ പിടിച്ചാ. ഇവിടുന്ന് ബക്കത്തോടെ പോകുമ്പോ പറഞ്ഞ എന്താ അറിയാള് ബക്കത്ത് പോകുമ്പോ ഈ കട്ടൻ ചായ വന്നിട്ടൊക്കെ കുടിച്ചാലാ ചുടില് ചായ അവിടെ മാറിക്കോളും. അല്ലെങ്കിൽ ബക്കത്തോര് വെക്കാണ്ട് ഒരു കുടിക്കാൻ എന്തെങ്കിലും കൊടുന്നു തരും. അന്തരവന് ഏട്ടനും അഞ്ചനാണ്. 2 അന്തരന്മാരുണ്ട്. അവനുണ്ട് തോടല്ലേ. അപ്പൊ ചേർന്ന് തോന്നിയതാണ്. എന്താ പറയുക കാര്യം.